ഷാനവാസും ആദിലയും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അവിടോട്ട് അനുമോൾ നടന്നു വരുമ്പോൾ ഷാനവാസ് പറയുന്നു, ഇരിക്കൂ പഴമേ, പഴത്തിൻ്റെ കളറ്, ഇന്ന് കിട്ടിയ പഴത്തിൻ്റെ കളറ്. അനുമോളുടെ ടീഷർട്ടിനാണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അനുമോൾ ഷാനവാസിനെ ഇങ്ങനെ ചെറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നൂറ അത് കേട്ടിട്ട് പറയുന്ന പഴത്തൊലിന്ന്. അപ്പം ഷാനവാസ് അപ്പോഴും അനുമോളൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഷാനവാസ് പറയുന്നു, ഇവിടെ നിപ്പ് കണ്ടിട്ട് എന്നെ ചൊറിയാൻ വരുവാണെന്ന് തോന്നുന്നു, ഇവളെ ഇന്ന് ഞാൻ നോമിനേഷൻ ചെയ്തതിന്. കേട്ടപ്പോൾ അനുമോൾ പറയുന്നത്, ക്യാപ്റ്റനോട് ചോദിച്ചില്ല കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ. ക്യാപ്റ്റനോട് അന്തസ്സായിട്ട് പറഞ്ഞിട്ടാണ് അനുമോൾ ഇറങ്ങിപ്പോയത്. അപ്പോൾ ക്യാപ്റ്റനാണ് പറയേണ്ടത് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ലെന്ന്. എന്നിട്ട് ഇപ്പം നോമിനേറ്റ് ചെയ്ത്. അല്ലാതെ ആ സമയത്ത് മിണ്ടാതെ പഴം പോലല്ല ഇരിക്കേണ്ടത്, അപ്പം പറയണമായിരുന്നു. നൂറ പറയുന്നത്, ഇനി അങ്ങോട്ട് ഇതൊക്കെ ഉണ്ടാവത്തുള്ളൂ കാരണങ്ങളെന്ന്. ഷാനവാസാണെങ്കിൽ മുഖം പൊത്തിയിരിക്കുകയാണ്, എന്തോ പറയണമെന്ന് അറിയാൻ വയ്യാതെ. ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് തെറ്റായിപ്പോയി. ജനം പറയട്ടെ, അത് തെറ്റാണെങ്കിൽ പറയുമല്ലോ. പ്രേക്ഷകർ പറയട്ടെ, ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് തെറ്റാണോ ശരിയാണോ എന്ന്. നിങ്ങളെ എല്ലാവരും കൂടെ പൊങ്കാല ഇടും, നോക്കിക്കോ എന്ന് അനുമോൾ പറയുക. ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല, ചെവിയും പൊത്തി. ആദ്യം കണ്ണ് പൊത്തിക്കൊണ്ടിരുന്ന് പിന്നെ ചെവി പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് കാണിച്ചത് ബ്ലൈൻഡ്സ് ഇട്ടേക്കുമായിരുന്നു അവിടെ വെളിയിൽ. അപ്പം അനുമോൾ ആ വിൻഡോയിൽ കൂടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ പണിപ്പുര ടാസ്ക് തുടങ്ങാൻ പോകുന്നു തോന്നുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അനുമോൾ പണിപ്പുര ടാസ്ക് വരുന്നത് പടക്കമായിരിക്കും കൊണ്ടുവച്ചേക്കുന്നത്. അപ്പം നിവിന് അനുമോളെ പാസ് ചെയ്ത് പോവുകയാണ്, സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ അനുമോളെ സൂക്ഷിച്ച് നിവിനെ ഒന്ന് നോക്കി. കുറച്ച് നേരം കഴിഞ്ഞ് നിവിൻ അവിടെ ഇങ്ങനെ കിടക്കുക. നിവിൻ പറയാണ്, ആ പണിപ്പുര ടാസ്ക് ഒന്ന് തുടങ്ങട്ടെ, അതിനകത്തുനിന്ന് ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന്. അപ്പം നിവിൻ പ്ലാൻ ചെയ്യുന്നെന്ന് തോന്നുന്നു, പണിപ്പുര ടാസ്കിനകത്ത് കയറിയ ടൈം കഴിഞ്ഞിട്ടേ ഇറങ്ങത്തുള്ളൂ. അപ്പം നമുക്ക് കണ്ടിരുന്ന് കാണാം. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.